ഈ വോയിസ് ഒന്ന് അടഞ്ഞ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് മൈക്കിൻ്റെയോ സൗണ്ടിൻ്റെയോ പ്രശ്നമല്ല, എൻ്റെ വോയിസിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു ആക്ഷൻ എടുക്കണം. പെർഫെക്ഷൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട്. ഹായ് ഹലോ, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു നല്ല വശവും മോശം വശവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പം റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ ChatGPT, ജെമിനി പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും ഇൻഫർമേഷൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 30 ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കാര്യം ചോദിച്ചാലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ തരാനാണ് ഇങ്ങനെയുള്ള ടൂൾസുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് വന്ന് ഒരിക്കലും ഒരു ടൂൾ നമ്മളോട് പറയില്ല. അത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ തന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ആക്ഷൻ എടുക്കാനുള്ള പാർട്ട് ഇവിടെ പല കാര്യത്തിനും മിസ്സിങ് ആണ്. പലർക്കും ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആക്ഷൻ എന്നൊരു പാർട്ട് മറന്ന് ഈ അടുത്ത ഇൻഫർമേഷൻ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ബ്രെയിൻ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്ന കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 30 ദിവസത്തെ ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ 30 ദിവസം നമ്മുടെ 30 ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓരോ കൺസെപ്റ്റ്, ഓരോ അവയർനെസ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു ആക്ഷനബിൾ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഓരോ കൺസെപ്റ്റുകളായിട്ടാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം അടുത്ത വീഡിയോ ചെയ്യാനും, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഈ ഒരു രീതിയിലായാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ കൂടുതൽ വീഡിയോസ് ഇതേപോലുള്ള കൺസെപ്റ്റിൽ കൊണ്ടുവരാൻ ഒരു പ്രചോദനമാവേണം. അപ്പോൾ ഇതൊരു മാക്സിമം ഇൻട്രാക്റ്റീവും ആക്ഷനബിളും ആയിട്ടുള്ള ഒരു സീരീസായിട്ട് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങളും കൂടെയാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് ഡേ അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യും. ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ മാക്സിമം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് എങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ ഓരോ വീഡിയോകളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ 1% മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക.